Good morning students, welcome to the video. അടുത്തത് മോഡുലേഷൻ പ്രോസസ്സാണ്. എന്താണ് ഈ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ടല്ലോ, ആ സ്പീച്ച് സിഗ്നൽ നമ്മളിപ്പോൾ സംസാരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. എന്നിൽ വരുന്ന എന്താണ്? സ്പീച്ച് സിഗ്നലാണ്. അതിനെ മൈക്രോഫോൺ എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റും. ഈ സിഗ്നലാണ് നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ബേസ് ബാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ സോഴ്സ് ഇൻഫർമേഷൻ. ഈ ബേസ് ബാൻഡ് സിഗ്നലിനെ ഒരിക്കലും നമുക്കൊരു ലോങ് ഡിസ്റ്റൻസിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അതിന്റെ ഫ്രീക്വൻസി കുറവാണ്. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രമേ ഒരു ലോങ് ഡിസ്റ്റൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ബേസ് ബാൻഡ് സിഗ്നലാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഇതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, ഇതിനെ ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേറൊരു സിഗ്നൽ വേണം. ഇതിനെന്തായാലും അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ പറ്റില്ല. അപ്പോൾ ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേറൊരു സിഗ്നൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈ ഫ്രീക്വൻസി സിഗ്നൽ മാത്രമേ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് പോകാൻ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ ഉപയോഗിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കാരിയർ സിഗ്നൽ. അപ്പോൾ ഈ മോഡുലേഷൻ പ്രോസസ്സിനകത്ത് രണ്ട് സിഗ്നലേ ഉള്ളൂ. ഒന്ന് ഈ വാഹക തരംഗം അല്ലെങ്കിൽ കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞ ആ സിഗ്നലും നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നൽ, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ആ മോഡുലേറ്റിംഗ് സിഗ്നലും. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ മോഡുലേഷൻ പ്രോസസ്സിനകത്ത്. അപ്പോൾ നമ്മുടെ ബേസ് ബാൻഡ് സിഗ്നലിനെ വഹിച്ചുകൊണ്ടുവന്ന സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് കാരിയർ സിഗ്നൽ. കാരണം കാരിയർ സിഗ്നലിന് മാത്രമേ ലോങ് ഡിസ്റ്റൻസിൽ സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ സിഗ്നലിനെ വഹിച്ചുകൊണ്ടുപോകാനാണ് ഈ കാരിയർ സിഗ്നൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ മോഡുലേറ്റിംഗ് സിഗ്നലും ഈ കാരിയർ സിഗ്നലും തമ്മിൽ മിക്സ് ചെയ്യും. കാരണം ഇത് മോഡുലേറ്റിംഗ് സിഗ്നലിനെ കാരിയർ സിഗ്നലിനെ വഹിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇത് തമ്മിൽ മിക്സ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ പ്രോസസ്സാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. മോഡുലേഷൻ എന്ന പ്രോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ കാരിയർ സിഗ്നലിന്റെ ചില പ്രോപ്പർട്ടീസ് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യണം. എന്താണ്? കാരിയർ സിഗ്നലിന്റെ ചില പ്രോപ്പർട്ടീസ് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് വേരി ചെയ്യണം. സം പ്രോപ്പർട്ടീസ് ഓഫ് കാരിയർ സിഗ്നൽ must be varied in accordance with modulating signal. മോഡുലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. ചേഞ്ച്. അപ്പോൾ കാരിയർ സിഗ്നലിന്റെ ചില പ്രോപ്പർട്ടീസ് ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യാണ്, മോഡുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ കാരിയർ സിഗ്നലിന്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വേരി ചെയ്യുന്നത്? നമുക്ക് കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് വേരി ചെയ്യാം. ഈ
കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നെങ്കിൽ അത്തരം മോഡുലേഷനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതല്ല, കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നെങ്കിൽ അത്തരം മോഡുലേഷനെ വിളിക്കുന്ന പേര് ഫ്രീക്വൻസി മോഡുലേഷൻ. അതല്ല, കാരിയർ സിഗ്നലിന്റെ ഫേസ് ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫേസ് മോഡുലേഷൻ. ഇതെല്ലാം അനലോഗ് മോഡുലേഷൻ ആണ്. ഡിജിറ്റൽ മോഡുലേഷനും വേറെ ഉണ്ട്, അതെന്നാണ് ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ അനലോഗ് മോഡുലേഷനകത്ത് പ്രധാനപ്പെട്ട 3 മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. ഓക്കെ. അപ്പോൾ ഈ കാരിയർ സിഗ്നലും മോഡുലേറ്റിംഗ് സിഗ്നലും തമ്മിൽ മിക്സ് ചെയ്യണമെങ്കിൽ കാരിയർ സിഗ്നലിന്റെ ചില പ്രോപ്പർട്ടീസ് മോഡുലേറ്റിംഗ് സിഗ്നലിന് അനുസരിച്ച് എന്തോ ചെയ്യണം, വേരി ചെയ്യണം. കാരിയർ സിഗ്നലിന്റെ ചില പ്രോപ്പർട്ടീസ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്താൽ മാത്രമേ നമുക്കിത് മിക്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാരിയർ സിഗ്നൽ ഒന്നുകിൽ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി വേരി ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് വേരി ചെയ്യാം. കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് മോഡുലേറ്റിംഗ് സിഗ്നലിന് അനുസരിച്ച് വേരി ചെയ്യുന്നെങ്കിൽ അത്തരം മോഡുലേഷനെ വിളിക്കുന്ന പേര് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫ്രീക്വൻസി മോഡുലേഷൻ. അതല്ല, കാരിയർ സിഗ്നലിന്റെ ഫേസ് ആണ് വേരി ചെയ്യുന്നെങ്കിൽ അത്തരം മോഡുലേഷനെ വിളിക്കുന്ന പേര് ഫേസ് മോഡുലേഷൻ. If amplitude of carrier signal is varied in accordance with the modulating signal, then that modulation is known as amplitude modulation. If frequency of carrier signal is varied in accordance with the modulating signal, then that modulation is known as frequency modulation. If phase of the carrier signal is varied in accordance with the modulating signal, that modulation is known as phase modulation. 3 തരം മോഡുലേഷൻ ഉണ്ട്. 3 തരം പ്രോപ്പർട്ടീസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നും, ഫ്രീക്വൻസി ആണ് വേരി ചെയ്യുന്നെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നും, അതല്ല ഫേസ് ആണ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യുന്നെങ്കിൽ അതിനെ ഫേസ് മോഡുലേഷൻ എന്നും വിളിക്കുന്നു. ഇഫ് ആംപ്ലിറ്റ്യൂഡ് വേരിഡ് ഇൻ അക്കോർഡൻസ് വിത്ത് modulating signal, then that modulation is known as amplitude modulation. Adala, if frequency is varied in accordance with the modulating signal, that modulation is known as frequency modulation. If phase is varied in accordance with the modulating signal, that modulation is known as phase modulation. So there are 3 types of modulation: amplitude, frequency, and phase modulation. Okay, modulation is the process of changing some properties of this carrier signal in accordance with the this modulating signal. അപ്പോൾ കാരിയർ സിഗ്നലിന്റെ ചില പ്രോപ്പർട്ടീസ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ എന്ന് വിളിക്കും. 3 തരം മോഡുലേഷൻ ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ഫേസ് ഉണ്ട്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യും. ഫ്രീക്വൻസി മോഡുലേഷനിൽ ഈ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസിയാണ് വേരി ചെയ്യുന്നത്. ഫേസ് മോഡുലേഷനിൽ ഫേസ് വേരി. എപ്പോഴും കാരിയർ സിഗ്നലിന്റെയാണ്, വാഹക തരംഗത്തിന്റെയാണ് പ്രോപ്പർട്ടീസ് വേരി ചെയ്യുന്നത്, മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ അല്ല. അപ്പോൾ കാരിയർ സിഗ്നലിന്റെ 3 പ്രോപ്പർട്ടീസ് നമുക്ക് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് വേരി ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് ആണ് വേരി ചെയ്യുന്നതെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് ആണെങ്കിൽ ഫേസ് മോഡുലേഷൻ. അപ്പോൾ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് ചോദിച്ചാൽ എന്തു പറയും? ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, amplitude of carrier signal is varied in accordance with the modulating signal. In frequency modulation, frequency of this carrier signal is
varied in accordance with the modulating signal. In phase modulation, phase of this carrier signal is varied in accordance with the modulating signal. Then what is modulation process? The word modulation means change. Okay. So in modulation process, some properties of this carrier signal is varied in accordance with this modulating signal. So modulation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹക തരംഗത്തിന്റെ ചില പ്രോപ്പർട്ടീസ് മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നു. Some properties of this carrier signal is varied in accordance with this modulating signal. That is known as modulation. There are three types of modulation. First one is amplitude modulation, second one is frequency modulation, and third one is phase modulation. In amplitude modulation, this amplitude of this carrier signal is varied in accordance with the modulating signal. Amplitude modulation അകത്ത് ഈ കാരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നു മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച്. ഫ്രീക്വൻസി മോഡുലേഷൻ അകത്ത് കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നു മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച്. ഫേസ് മോഡുലേഷനിൽ കാരിയർ സിഗ്നലിന്റെ ഫേസ് വേരി ചെയ്യുന്നു മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച്. ഓക്കെ, ഇനി മോഡുലേഷന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നോട്ട് ഓൺലി ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ. ഈ മോഡുലേഷൻ പ്രോസസ്സിന്റെ ഉദ്ദേശം ലോങ് ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് മാത്രമല്ല, വേറെ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് വൈ ദിസ് മോഡുലേഷൻ ഇസ് നെസസറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ why this modulation is necessary എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്ന് ആന്റിന ഹൈറ്റ് ആണ്. നമുക്കറിയാം ട്രാൻസ്മിഷൻ നടത്തുന്നതും റിസീവ് ചെയ്യുന്നതും ആന്റിന ഉപയോഗിച്ചാണ്. സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും ആന്റിനാസ് യൂസ് ചെയ്താണ്. ഈ ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് that will be in the multiple of lambda by 4. പലപ്പോഴും ലാംഡ ബൈ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഈ ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ആന്റിന ഹൈറ്റ് ഷുഡ് ബി ഇൻ ദ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 4. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? വേവ് ലെങ്ത്. ലാംഡ മീൻസ് വേവ് ലെങ്ത്. So this height of the antenna should be in the multiple of lambda by 4, where lambda is the wavelength. Okay. Antenna height എന്ന് പറഞ്ഞാൽ lambda by 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. lambda എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആയിരിക്കും. നമുക്കറിയാം ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/F ആണ്. ഓക്കെ, C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. ആന്റിന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ 4ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ എന്ന് പറഞ്ഞാൽ C/F ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ C/F. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, C എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇപ്പോൾ ലാംഡ ബൈ 4 എത്ര വരും? C/4. ഇനി നമുക്ക് ഒരു 10 കിലോ ഹെർട്സ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള ആന്റിനയുടെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. We have to transmit signal of frequency 10 kilohertz. 10 kilohertz frequency ഉള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. The frequency of signal is 10 kilohertz. That is 10 into 10 raised to 3. So we have to transmit a signal of frequency 10 kilohertz. That means 10 into 10 raised to 3. Then height of the antenna is equal to C/4f. We know that velocity of light is equal to 3 into 10 raised to 8. That is divided by 4f. Here f is 10 kilohertz. That is 10 into 10 raised to 3. 10 into 10 raised to 3. So this cancels. 3 into 10 raised to 4 divided by 4. That is 3/4 is equal to 0.75.
multiplied by 10 raised to 4. That is 7,500 meters. It is practically impossible to construct this kind of an antenna. Okay, 7500 മീറ്റർ വരുന്ന ഒരു ആന്റിന കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് 7500 മീറ്റർ ആണ് വരുന്നത്. അതായത് 7.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആന്റിന വേണം 10 കിലോ ഹെർട്സ് സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. 7500 മീറ്റർ ഉള്ള ആന്റിന, അത് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു construct this kind of an antenna to transmit a 10 kilohertz frequency. 10 kilohertz frequency ഉള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇത്രയും ഹൈറ്റ് ഉള്ള ആന്റിന കൺസ്ട്രക്ട് ചെയ്യാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. 7500 മീറ്റർ വേണം നമ്മൾ ഈ പറഞ്ഞ 10 കിലോഹെർട്സ് ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഓക്കെ, അതുകൊണ്ടാണ് മോഡുലേഷൻ പ്രോസസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ മോഡുലേഷൻ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ ഇത്തരം ഒരു ആന്റിനയുടെ ആവശ്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ മോഡുലേഷൻ പ്രോസസ് നമ്മൾ നടത്തിയില്ലെങ്കിൽ 10 കിലോ ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു ആന്റിന ആവശ്യമായിട്ട് വരും. അപ്പോൾ മോഡുലേഷൻ പ്രോസസ്സിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിനയുടെ ഹൈറ്റ് കൺസിഡറബിളി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ റെഡ്യൂസ് ദ ഹൈറ്റ് ഓഫ് ദ ആന്റിന കൺസിഡറബിളി. ഓക്കെ, അപ്പോൾ മോഡുലേഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആന്റിനയുടെ സൈസ് നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാം, ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഈ മോഡുലേഷൻ പ്രോസസ്സിന്റെ രണ്ട് അഡ്വാൻറ്റേജ്. ബാക്കി അഡ്വാൻറ്റേജ് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.